സോ സൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ പാർട്സിലായിട്ട് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 3 വീഡിയോസിലായിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ടൈം പീരീഡ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് നാച്ചുറൽ ഫ്രീക്വൻസി. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? വെൻ ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഫ്രീലി ഇറ്റ് വൈബ്രേറ്റ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. ദിസ് ഈസ് ദി നാച്ചുറൽ ഫ്രീക്വൻസി. അതായത് ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റെതായ ഫ്രീക്വൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു ബ്രിക്ക് എടുക്കുകയെന്ന് വിചാരിക്കുക, ഒരു വുഡൻ ബ്രിക്ക്. ഓക്കെ, ഞാൻ ഒരു സ്കെയിൽ എടുക്കാൻ വിചാരിക്കുക, ഒരു മെറ്റൽ സ്കെയിൽ എടുക്കുകയാണ്. ഓക്കെ, ഒരു ബ്രിക്കും ഒരു സ്കെയിലും എടുത്തു. ബ്രിക്കിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ബ്രിക്കിൻ്റെ ഫ്രീക്വൻസി 5 ഹെഡ്സ് ആണെങ്കിൽ സ്കെയിലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ 8 ഹെഡ്സ് എന്ന് എടുക്കുമെന്ന് വിചാരിക്കുക. സോ ബ്രിക്കിന് അതിൻ്റേതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, അതേപോലെ ഈ മെറ്റൽ സ്കെയിലിൽ നിന്നുണ്ട് അതിൻ്റേതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അതായത് ഒരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു ഫ്രീക്വൻസി വന്നാൽ മാത്രമാണ് ആ ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുക. ആ ഒരു ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോഴാണ് ഒബ്ജക്റ്റിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ബ്രിക്കിന് 5 ഹെഡ്സ് ഫ്രീക്വൻസി കിട്ടുമ്പോഴാണ് ബ്രിക്ക് വൈബ്രേറ്റ് ചെയ്യുക. സ്കെയിലിൽ ഒരു 8 ഹെഡ്സ് ഫ്രീക്വൻസി കിട്ടുമ്പോൾ മാത്രമാണ് ആ സ്കെയിൽ വൈബ്രേറ്റ് ചെയ്യുക. അതായത് ഓരോ ഒബ്ജക്റ്റിനും ഡിഫറെൻറ്റ് ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന്, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ചിട്ട് ഫ്രീക്വൻസി മാറും. ഓക്കെ, സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ്, അതിൻ്റെ സൈസിന് ഡിഫറൻസിന് അനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി മാറും. ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഇവിടെ നമ്മൾ ബ്രിക്ക് ഇത് വുഡനാണ് എടുത്തിനെങ്കിൽ നമ്മൾ ഇവിടെ എന്തെടുത്തു? മെറ്റലിനെടുത്തു. സോ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ മാറി, അതിനനുസരിച്ചിട്ടും എന്ത് മാറും? ഫ്രീക്വൻസി മാറും. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി. നെക്സ്റ്റ് ടേം ആണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. Forced vibration is the vibration of an object induced by external vibrating object. അതായത് നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് എടുത്താൽ ആ റബ്ബർ ബാൻഡിനെ നമ്മൾ പിടിച്ച് വലിച്ചിട്ട് വിടുമ്പോൾ എന്ത് ചെയ്യും? ആ റബ്ബർ ബാൻഡ് വൈബ്രേറ്റ് ചെയ്യും. സോ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ആ റബ്ബർ ബാൻഡിന് എന്ത് കൊടുക്കുകയാണ്? ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ആ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു റബ്ബർ ബാൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു വൈബ്രേഷനെ നമ്മൾ എന്ത് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് ആ ട്യൂണിംഗ് ഫോർക്ക് നമ്മളൊരു വാട്ടറിലേക്ക്, ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ അതൊരു വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചാൽ ഈ ട്യൂണിംഗ് ഫോർക്ക് കാരണം വാട്ടർ വൈബ്രേറ്റ് ചെയ്യും. സോ അവിടെ എന്താ നടക്കുന്നത്? ഓൾറെഡി വൈബ്രേറ്റ് ചെയ്യാതെ നിൽക്കുന്ന ഒരു വാട്ടർ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ കാരണം വൈബ്രേറ്റ് ചെയ്യുന്നു. സോ അവിടെ എന്താ നടക്കുന്നത്? ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷനാണ് നടക്കുന്നത്. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഈവൻ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇന്നേറ്റ് ഫ്രീക്വൻസി, ആ ഒബ്ജക്റ്റിന് ഓൾറെഡി ഉള്ളൊരു ഫ്രീക്വൻസി. Natural frequency in object and that of the forced object are equal. The object are said to be in resonance. The object undergoes resonance with a maximum amplitude. അതായത് ഞാനൊരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ കാര്യം പറഞ്ഞു, വാട്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പം ട്യൂണിംഗ് ഫോർക്കിന് ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു A ഹെഡ്സ് എന്ന് വിചാരിക്കുക. വാട്ടറിന് ഒരു B ഹെഡ്സ് വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മുടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ കാരണം വാട്ടർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു വൈബ്രേഷൻ കൊടുക്കുമ്പോഴാണ് വാട്ടർ അതിനെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക, ആ ഒരു വൈബ്രേഷനെ നമ്മൾ എന്ത് വിളിക്കും? റെസൊണൻസ്. അതായത് the object undergo resonance will vibrate with maximum amplitude. ഈ ട്യൂണിംഗ് ഫോർക്ക് കാരണം നമ്മുടെ വാട്ടർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ആ വൈബ്രേഷൻ കാരണം വാട്ടർ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ദ വാട്ടർ ആർ ഇൻ റെസൊണൻസ് എന്ന് പറയും. സോ റെസൊണൻസ് കാണിക്കണമെങ്കിൽ അവിടെ മാക്സിമം വൈബ്രേഷൻ കാണണം. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് വെച്ച് നോക്കാം. ഇവിടെ നമ്മൾ ഒരു മെറ്റൽ ബ്ലേഡ്സ് എടുത്തിട്ടുണ്ട്, ABCDEF. ഇതിൽ നമുക്ക് കാണാൻ പറ്റും A=C=E അല്ലേ? അതിനെ സൈസ് ആൻഡ് ലെങ്ത് നമുക്ക് സെയിം ആയിട്ട് കാണാൻ പറ്റും.
സിമിലർലി നമുക്ക് എന്ത് ലെങ്ത് ഒറ്റയടിക്ക് നമുക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസും ലെങ്ത്തും അത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ബ്ലേഡാണ് എല്ലാം സെയിം ആണ്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എക്സൈറ്റ് ദ ഹോക്സ് ഓഫ് ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ, വാട്ട് ഡു യു ഒബ്സർവ്? നമ്മൾ ഹോക്സ് ഓഫ് ബ്ലേഡ് എ വൈബ്രേറ്റ് ചെയ്യും, എനെ നമ്മൾ ഫസ്റ്റ് വൈബ്രേഷൻ കാരണം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഇവിടെ ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഈ വൈബ്രേഷൻ കാരണം നമുക്ക് എന്ത് കാണാൻ പറ്റും? സിയും ഇയും ഹാക്സോ ബ്ലേഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ബിയും ഡിയും എഫും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഈ എ എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡിന്റെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും ആർക്ക് വരാം? സിക്ക് വരാം. അതേപോലെ തന്നെ ഇക്ക് വരാം. സോ എയും സിയും ഇയും അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. കാരണം അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ്. എ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സിയും ഇയും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയും സിയും ഇയും എന്തിലാണെന്ന് പറയാൻ പറ്റും? റെസൊണൻസിൽ ആണെന്ന് പറയാൻ പറ്റും. സോ നമ്മുടെ ഒബ്സർവേഷൻ എന്താ? The axo blade A, C and E vibrate with maximum frequency അല്ലേ? മാക്സിമം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ ബിയും ഡിയും എഫും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ മാക്സിമം ഫ്രീക്വൻസിയിലല്ല. ഓക്കെ, ആർ ഓൾ ദി ആക്സോ ബ്ലേഡ് വൈബ്രേറ്റ് വിത്ത് സെയിം ഫ്രീക്വൻസി? നോ. എ സി ഇ വൈബ്രേറ്റ് വിത്ത് സെയിം ഫ്രീക്വൻസി, ബി ഡി എഫ് വൈബ്രേറ്റ് വിത്ത് സെയിം ഫ്രീക്വൻസി. വെൻ ബ്ലേഡ് എ വൈബ്രേറ്റ്, why would blade C E vibrate with maximum ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ റീസൺ എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു റെസൊണൻസ്. സിമിലർലി നമ്മളിപ്പം പിന്നെ ബ്ലേഡ് ബി ആണ് നമ്മൾ ഫോസ്റ്റ് വൈബ്രേഷൻ വഴി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ആരൊക്കെയാണ് വൈബ്രേറ്റ് ചെയ്യുക? ഡി ആൻഡ് എഫ്. കാരണം അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഒക്കെ സെയിം ആണ്. ഓക്കെ, immerse in water a PVC pipe about 50 cm length and 4 cm diameter. Excite a tuning fork of frequency 512 Hz and hold it close to the mouth of the pipe. Vary the length of the air column inside the pipe by gradually raising both the tuning fork and the pipe. Don't you hear a louder sound at a particular stage? വാട്ട് വുഡ് ബി ദ റീസൺ? അതായത് നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ട് ഓക്കെ, ഇവിടെ വരെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു പൈപ്പ് ഡിപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മൗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് അതിനെ ടച്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ പൈപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എവിടത്തേക്ക് എത്തും? വാട്ടറിലേക്ക് എത്തും. സോ ഈ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം ആരും വൈബ്രേറ്റ് ചെയ്യും? വാട്ടറും വൈബ്രേറ്റ് ചെയ്യും. അപ്പം നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത്? ഡോണ്ട് യു ഹിയർ എ ലൗഡർ സൗണ്ട് അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ്? നമ്മൾ ഈ പൈപ്പ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത്, ഇവിടെ ഇപ്പം ഞാൻ ഈ ലെങ്ത്തിൽ ഡിപ്പ് ചെയ്തു, ഇതിലിപ്പം ഈ ലെങ്ത്തിൽ ഡിപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ഡിപ്പ് ചെയ്യുന്ന ഈ ലെങ്ത് മാറ്റുമ്പോൾ അറ്റ് സെർട്ടൻ പോയിന്റ് ചില ലെങ്ത്തിൽ നമുക്ക് എന്ത് കേൾക്കാൻ പറ്റും? ഡോണ്ട് യു ഹിയർ എ ലൗഡർ സൗണ്ട് കാണിക്കുന്നുണ്ടാവും അല്ലേ? ഹിയർ എ ലൗഡർ സൗണ്ട്. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ലൗഡർ സൗണ്ട് കേൾക്കാൻ കാരണം എന്തുകൊണ്ടാ? അവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കേൾക്കുന്നത്? ലൗഡർ വോയിസ്. സോ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ രണ്ട് ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിക്കോസ് ദേ ആർ ഇൻ റെസൊണൻസ്. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒന്ന് യൂസ് ചെയ്യുന്നത് MRIയിലാണ്. MRIയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, MRI നമ്മൾ ബോഡിയിൽ സ്കാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാണ്. നമ്മുടെ ബോഡി വാട്ടർ കൊണ്ടാണ് 90% വാട്ടർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ വാട്ടർ മോളിക്യൂൾസിന് എന്ത് ചെയ്യും? MRI സ്കാനിങ് മെഷീൻ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുമ്പോൾ നമുക്ക് അവിടെ മാഗ്നറ്റ് കാണാൻ പറ്റും. മാഗ്നറ്റ് ഉണ്ടാവും, റേഡിയോ വേവ്സ് ഉണ്ടാവും. ഈ മാഗ്നറ്റ് കാരണം നമ്മൾ
ഈ വാട്ടർ മോളിക്യൂൾസിനെ, നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ വഴി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ MRI സ്കാനിങ് എടുക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ റേഡിയോ ട്യൂണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചില സ്റ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയോ ട്യൂൺ ചെയ്യണം. സോ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി ഇങ്ങനെയാണ് നമ്മുടെ റേഡിയോയിൽ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂണിങ് ചെയ്താൽ നമുക്ക് അതിനെ ഫോഴ്സ് ചെയ്തിട്ട് അതിനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. സോ റേഡിയോ വേവ്സിന് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ ട്യൂണിങ്ങിലും എന്തിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനും ഫോഴ്സ്ഡ് വൈബ്രേഷൻ വഴിയാണ് ഒരു പെർട്ടിക്കുലർ നോട്ട് നമുക്ക് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെർട്സ്. വാട്ട് ഈസ് ദ പീരീഡ്? സോ നമുക്കിവിടെ തന്നിരിക്കുന്നത്